നമ്മുടെ ചന്ദ്രകാന്തത്തിൽ അങ്ങനെ നമ്മുടെ പിങ്കിയുടെ ആ ഒരു കൊടും ചതിയിലേക്ക് നന്ദയും ഗൗതവും കാലെടുത്ത് വെക്കുന്നു. അതേ പ്രേക്ഷകർ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമുക്ക് അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പിങ്കി ആ ഒരു വിരിച്ച വലയിലേക്ക് നമ്മുടെ ഗൗതവും നന്ദയും ചാടുന്നൊരു രംഗങ്ങൾ നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മുടെ ഗൗതവും നന്ദയും പറയുന്നുണ്ട്, ഞങ്ങൾ സർവകസിക്ക് തയ്യാറാണ്, ഞങ്ങൾക്കൊരു വാടക ഗർഭപാത്രം വേണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യവും. ആ ഒരു ഗൗതമിൻ്റെ കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ നമ്മുടെ പിങ്കി ഇന്ത്യവരത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഗോൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പന്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ പിങ്കി ഇതെങ്ങനെ ഇന്ത്യവരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്ന് മാത്രമേ നമുക്ക് കണ്ടത് അറിയേണ്ടതുള്ളൂ കേട്ടോ. മിക്കവാറും നമ്മുടെ വല്യമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരിക്കും, താൻ കാരണമാണല്ലോ, താൻ ശപിച്ചിട്ടാണ് നന്ദയുടെ കുഞ്ഞ് പോയതെന്നാണല്ലോ അവിടെ എല്ലാവരും പറയുന്നത്. അതിൻ്റെ ഒരു പ്രാശ്ചിത്തമായിട്ട് ഈ കുഞ്ഞിനെ താൻ വഹിച്ചുകൊള്ളാം എന്നൊരു ഡയലോഗ് അടിക്കുമ്പോൾ പിന്നെ ഇന്ത്യവരത്തിൽ ആർക്കും എന്താ പറയുക മിണ്ടാട്ടുണ്ടാവില്ല, എല്ലാവരും സമ്മതിക്കുക തന്നെ ചെയ്യും. പോരാതെ തന്നെ ഇന്ത്യവരത്തിൽ ഇപ്പോൾ നമ്മുടെ വല്യമ്മയാണെങ്കിൽ കുഞ്ഞിനെ വേണം എന്നുള്ളൊരു കടുത്ത വാശിയിൽ തന്നെയാണ്. ഇനി നന്ദയും ഗൗതമനും സമ്മതിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇനി നന്ദയ്ക്കും ഗൗതമിനും ഇതിലൊരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദത്തിൽ ഇതിനെ സമ്മതിക്കേണ്ടി വരുന്ന നിമിഷങ്ങളുമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ചന്ദ്രകാന്തത്തിൽ കാണേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്കിയുടെ അമ്മ കുറേ നിർബന്ധിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി. കാരണം നന്ദയ്ക്ക് അറിയാം നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് നമ്മുടെ പിങ്കിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമൊക്കെ. അപ്പം നന്ദ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് നമ്മുടെ പിങ്കിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിങ്കി എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി കയറി പറ്റാനുള്ള ഒരു ഗൂഢ പദ്ധതിയും ഗൂഢ ലക്ഷ്യവും കൂടി നമ്മുടെ പിങ്കിക്ക് ഇതിന് പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്നതാണ് ഇനി പിങ്കിയുടെ ഈ പദ്ധതികൾ പൊളിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും എത്തുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.